പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. സിബി ജോസഫ് വിവരങ്ങളുമായി ചേർന്നു. സിബി, നേവിയുടെ വിമാനത്താവളത്തിലാണോ പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്? പ്രധാനമന്ത്രി ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഇനി അവിടെ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ കൊച്ചി നാവിക ആസ്ഥാനത്തെ INS ഗരുഡ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും. അവിടെ നിന്നാണ് റോഡ് മാർഗം ആദ്യ പരിപാടി സ്ഥലമായ കൊച്ചി മറൈൻ ഡ്രൈവിലെ എത്തുക. കൊച്ചി മറൈൻ ഡ്രൈവിൽ അല്പസമയത്തിനകം തന്നെ ധീവരസഭയുടെ അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. എന്തായാലും മോദി നേരത്തെ അറിയിച്ചിരുന്നത് 11:30 ആയിരുന്നു. ഇന്ന് അല്പം കൂടെ വൈകി 15-20 മിനിറ്റ് വൈകിട്ടുണ്ട്. 11:50 ശേഷമാണ് നരേന്ദ്രമോദി കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഈ നാവിക ആസ്ഥാനത്തെ പ്രത്യേക വിമാനത്താവളത്തിൽ വന്നിറങ്ങും. അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ മറൈൻ ഡ്രൈവിലേക്ക് പോകുക. അതിനുശേഷം 12:30 ആയിരിക്കും മറൈൻ ഡ്രൈവിലെ പരിപാടികൾ, അതായത് ഈ അഖില കേരള ധീവരസഭയുടെ ആദ്യ പരിപാടി നടക്കുക. അതിനുശേഷമായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന കല്ലൂർ സ്റ്റേഡിയത്തിലെത്തുക. കല്ലൂർ സ്റ്റേഡിയത്തിലാണ് പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളുള്ളത്. ഒന്ന്, സർക്കാരിൻ്റെ ഇന്ത്യൻ റെയിൽവേയുടെയും ദേശീയപാതയടക്കമുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം സർക്കാരിൻ്റെ പരിപാടിയാണ് ആദ്യം. അതിനുശേഷം 2 മണിയോടെയാണ് കേരളത്തിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരിപാടി നടക്കുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ NDAയുടെ പ്രവർത്തകർ എല്ലാം തന്നെയും, അത് BJPയുടെയും 2020യുടെയും BDJS അടക്കമുള്ള എല്ലാം പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ 2 വേദികളായിട്ടാണ് പരിപാടികൾ. ഒരു വേദിയിൽ സർക്കാരിൻ്റെ പരിപാടിയും മറ്റ് വേദിയിൽ NDAയുടെ പരിപാടിയും. ആദ്യം സർക്കാരിൻ്റെ പരിപാടിയായിരിക്കും. ഇവിടെയാണ് വിവിധ 10,800 കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പ്രവർത്തനം കുറിക്കുക. അതിനുശേഷം NDAയുടെ പ്രകടന പത്രിക ഉൾപ്പെടെ അവിടെ പുറത്തിറക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെയൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വേദികൾ 2 വേദികളിലേക്കും നീക്കിയിട്ടുണ്ട്. ഇവിടെ മോദി വന്നിറങ്ങുമ്പോൾ ഈ റോഡ് മാർഗം എത്തുമ്പോൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ കവാടം മുതൽ ഏകദേശം 100 മീറ്ററോളം വേദി വരെ റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോയ്ക്ക് വേണ്ടി മോദി തുറന്ന വാഹനത്തിൽ റോഡ് ഷോയ്ക്ക് വേണ്ടി വാഹനങ്ങളൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റോഡ് ഷോ വഴി ആയിരിക്കും മോദി ഇത്തരത്തിൽ വേദിയിലേക്ക് എത്തുക. ആ സമയത്ത് ഇരുഭാഗത്തു നിന്നും പ്രവർത്തകർ മോദിയെ എതിരേൽക്കാൻ വേണ്ടി ഇരുഭാഗത്തും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിലാണ് കൊച്ചി നഗരം ആകമാനമുള്ളത്. ഇനിയിപ്പോൾ 12 മണി മുതൽ കർശനമായ ഗതാഗത നിയന്ത്രണം കൊച്ചി നഗരത്തിൽ ആകമാനം ഉണ്ടാകും. 12 മണി മുതൽ 3:30 വരെ 3 പരിപാടികളിലായിരിക്കും മോദി കൊച്ചി നഗരത്തിൽ പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും തുറന്നു കൊടുക്കുകയുള്ളൂ. ഇനി മുതൽ കൊച്ചിയിൽ കർശനമായ ഗതാഗത നിയന്ത്രണം ആരംഭിക്കുകയാണ്. മോദി എന്തായാലും കൊച്ചിയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ മുഖേന കൊച്ചി ആസ്ഥാനത്തെ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും ആദ്യ പരിപാടി നടക്കുന്ന അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്തുക. അജിംസ്. ശരി.